ഓണം എത്തിക്കഴിയും. ഓണത്തിന് ട്രെൻഡി ഓർ ട്രഡീഷണൽ വസ്ത്രങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചേലക്കരയുടെ സ്വന്തം VK സിൽക്സ്. ചേലക്കര ഗണപതി കോവിലിന് സമീപം INTUC റോഡിലാണ് VK സിൽക്സ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ കൂടാതെ ഇമ്പോർട്ടഡ് ട്രെൻഡി വെസ്റ്റേൺ കളക്ഷൻസ്. ഈ ഓണത്തിന്റെ സ്പെഷ്യലായ മൽക്കോട്ടൺ സാരികൾ, ഓണത്തിന് സ്വർണ്ണ നിറത്തിൽ തിളങ്ങാൻ കൈത്തറി വസ്ത്രങ്ങൾ, ജെൻസിനും കുട്ടികൾക്കുമായുള്ള വസ്ത്രങ്ങളുടെ വലിയൊരു ലോകം, കുട്ടിക്കുറുമ്പുകൾക്ക് ഓണമടിച്ചു പൊളിക്കാൻ ട്രഡീഷണൽ കളക്ഷൻസ്, ബോയ്സിനുമുണ്ട് വലിയൊരു കളക്ഷൻ. അപ്പോൾ ഈ ഓണം VK സിൽക്സിനോടൊപ്പം. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ ആദ്യമായി സംഘടിപ്പിച്ച വള്ളത്തോൾ ട്രോഫി വള്ളങ്ങളിൽ ചേലക്കര വീരപുത്രൻ റോയൽ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനം നേടി. ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ സംഘടിപ്പിച്ച വള്ളത്തോൾ ട്രോഫി വള്ളംകളിയിൽ ചേലക്കര വീരപുത്രൻ റോയൽ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനം നേടി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. തടയണ വരെയാണ് ഇപ്പോൾ ഫസ്റ്റ് ഘട്ടം പ്രവർത്തനം നടക്കുന്നത്. 5 കോടിയാണ്. തടയണ ഇവിടുന്ന് താഴോട്ടുണ്ട്. മൊത്തം 20 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ പുഴയുടെ തീരം കെട്ടി സംരക്ഷിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിൽ 5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയണ മുതൽ ഈ മറ്റേ റെയിൽ പാലം വരെയാണ് അത് വെച്ചിട്ടുള്ളത്. പിന്നെ തടയണമൊന്ന് താഴോട്ടാണ്. ആ തീരസംരക്ഷണം ആ രൂപത്തിൽ നന്നായി വന്നാൽ പിന്നെ അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ അഡ്വഞ്ചർ ടൂറിസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സാധ്യത കൂടി നമുക്ക് ആലോചിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ വള്ളത്തോളിൻ്റെ നാമധേയത്തിൽ ഇത് ആരംഭിക്കാൻ തീരുമാനിച്ചത് നന്നായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിർമ്മല, ടെലിവിഷൻ താരം മണികണ്ഠൻ കുളപ്പുള്ളി, VK അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിത്തു, മുഹമ്മദ് ഇക്ബാൽ, PG രതീഷ്, ഹരികുമാർ പൈങ്കുളം എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. നീള ബോട്ട് ക്ലബ് ഡയറക്ടർ ശിവശങ്കരൻ, സെക്രട്ടറി KN ജിതേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് പിള്ളത്ത്, കൺവീനർ M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിച്ച മത്സരങ്ങൾ വൈകിട്ട് 6 മണിയോടെയാണ് അവസാനിച്ചത്. മൂന്നാമത്തെ ട്രാക്കിലേക്ക് വരുമ്പോൾ എന്റെ വടക്കുനാഥ എന്തൊരു വരവാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ വടക്കുനാഥൻ കുതിച്ചു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ പുളിക്കക്കടവൻ കുതിച്ചു 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 പായുന്നു. പക്ഷേ അട്ടിമറി വിജയത്തിന് വേണ്ടി വടക്കുനാഥൻ ഓരോ നിമിഷവും. ഭാരതപ്പുഴയിൽ കൊച്ചിൻ പാലത്തിനും റെയിൽവേ പാലത്തിനുമിടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലായിരുന്നു മത്സരം. 9 ചുരുളൻ വള്ളങ്ങൾ അണിനിരന്ന ആവേശകരമായ പോരാട്ടത്തിൽ കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് ഇരുകരകളിലുമായി മത്സരം കാണാനെത്തിയത്. വീരപുത്രൻ 1ാം സ്ഥാനം നേടിയപ്പോൾ പുളിക്കക്കടവൻ ദേശമംഗലം ജിങ്കിൾ ആർക്ക് ഹോം സ്റ്റേ ടീം 2ാം സ്ഥാനവും അമ്പലപ്പറമ്പൻ ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ് ടീം 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. ജലഘോഷയാത്രയിലെ അച്ചടക്കമുള്ള ടീമിനുള്ള പുരസ്കാരം ഈഗിൾ ജെറ്റ് സ്വന്തമാക്കി. നാട്ടുകൊമ്പൻ, വടക്കുന്നാഥൻ, പറക്കുംകുതിര ജൂനിയർ, മിഖായേൽ, വീരപുത്രൻ, അമ്പലപ്പറമ്പൻ ജൂനിയർ, ഈഗിൾ ജെറ്റ്, സൂപ്പർ ജെറ്റ് എന്നിവ ഉൾപ്പെടെ 9 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് CCV. വിശാലമായ കാർ പാർക്കിങ്ങോടുകൂടി ലേഡീസിനും കിഡ്സിനും ജെന്റ്സിനും ഒരുപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ പുതിയൊരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ ഓപ്പൺ ആയത് നിങ്ങൾ അറിഞ്ഞോ? അതാണ് VK സിൽക്സ്. ലൊക്കേഷൻ വരുന്നത് നിയർ ഗണപതി കോവിൽ INTUC റോഡ് അഥവാ SMT സ്കൂൾ മെയിൻ റോഡിലുള്ള ഓപ്പോസിറ്റ് വഴി.